ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു CIT സമഗ്ര. ഇന്നത്തെ PYQ സെക്ഷനിൽ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന സെക്ഷനിൽ മനുഷ്യ ശരീരം പൊതു അറിവ് ആ ടോപ്പിക്കിൽ വന്നിട്ടുള്ള 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന് അസ്ഥിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം ഏതാ? അസ്ഥിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് പെരിയോസ്റ്റിയം. അസ്ഥിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം ഏതാണ്? പെരിയോസ്റ്റിയം. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. അത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻസ് വേണോ? ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാകുന്നു, ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല, ഹൃദയസ്പന്ദനം നിലക്കുന്നു, ഓർമ്മക്ക് തകരാറ് സംഭവിക്കുന്നു. ഇതിൽ ഏതാണ് ബാധിക്കുന്നത്? ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ എന്തുണ്ടാവുക? ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന, അതായത് ഫാഗോസൈറ്റോസിസ്, ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്ന്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫാജസ്. ഏതൊക്കെ കറക്റ്റ് ആൻസർ വരുന്നത്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫാജസ് ആണ് ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. അതായത് ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന ശ്വേതരക്താണുക്കളാണ് ന്യൂട്രോഫിൽ, മോണോസൈറ്റ് ആൻഡ് മാക്രോഫാജസ്. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മനുഷ്യരിൽ തലയോട്ടിൽ മാത്രം 32 അസ്ഥികളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? അത് എപ്പിഗ്ലോട്ടിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന അസ്ഥി വ്യവസ്ഥയാണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മനുഷ്യനിൽ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിൽ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്കേറ്റ കേട്ടോ. മെഡുല ഒബ്ലോങ്കേറ്റ ആണ് ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ഇനി ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗങ്ങൾ തിരഞ്ഞെടുക്കുക. അതേതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഫാനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ് കേട്ടോ. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ് ആണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? അത് ഗ്ലോബുലിൻ ആണ്. രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ്. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. മാംസ്യത്തിന്റെ ദഹനവുമായിട്ട് ബന്ധമില്ലാതെ തിരഞ്ഞെടുക്കുക. പ്രോട്ടിയേസ്, ലിപ്പേസ്, പെപ്സിന്, ട്രിപ്സിന്. ഇതിൽ ഏതാണ് മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത്? ലിപ്പേസ് കേട്ടോ. ബാക്കി മൂന്നും ബന്ധപ്പെട്ടതാണ്. പ്രോട്ടിയേസ്, പെപ്സിന്, ട്രിപ്സിനൊക്കെ പ്രോട്ടീന്റെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വൃക്കയിലെ ജലത്തിന്റെ ആഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ഇനി വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം കുറയും. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. ഒന്നുകൂടി വായിക്കാം. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണം കുറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന അസ്ഥി കേട്ടോ. തെന്നി നീങ്ങുന്ന അസ്ഥിയാണ്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന അസ്ഥിയാണ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിനാപ്സുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. രണ്ട് നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. സിനാപ്സിൻ്റെമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ട് നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. പേശീകോശത്തിന് ന്യൂറോണുകൾക്കും ഇടയിൽ കാണുന്നു. രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. രണ്ട് പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഉള്ളത്? പേശീകോശത്തിന് ന്യൂറോണുകൾക്കും ഇടയിൽ കാണുന്നു. രണ്ടാമത്തതാണ് രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. സിനാപ്സ് ഇവിടെ കാണുന്നത് പേശീകോശത്തിന് ന്യൂറോണുകൾക്കും ഇടയിൽ കാണുന്നു. രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ്, ദ എൻസൈം ഇലാസ്റ്റേസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പാൻക്രിയാസ്. എൻസൈം ഇലാസ്റ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് ഇലാസ്റ്റേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാ? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ്. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണെന്ന്? മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന, അയൺ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യമുള്ള മനുഷ്യന്റെ 100 മില്ലി രക്തത്തിൽ 12 to 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. അതിൽ പ്രോട്ടീൻ ഇല്ല. നാലാമത്താണ്, ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതിൽ പ്രോട്ടീൻ ഇല്ല എന്നതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അയൺ, ഹീമോഗ്ലോബിനിൽ അയൺ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യമുള്ള മനുഷ്യന്റെ 100 മില്ലി രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിനെ കാണപ്പെടുന്നു. ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. ശ്വസനവാതകങ്ങൾ രക്തത്തിലൂടെ വഹിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. മനുഷ്യ ശരീരത്തിലെ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിലെ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരളിലാണ്. കരളിൽ വെച്ചിട്ടാണ് യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത്. കരളിൽ വെച്ചിട്ടാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശ്വാസകോശത്തിലെത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം ഏതാണ്? ശ്വാസകോശത്തിലെത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ. ഇതിലേതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് ശ്വാസകോശത്തിലെത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. നോർമൽ വോളിയം, റെസിഡ്യൂൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി, ടൈഡൽ വോളിയം. ഏത് ആൻസർ വരുന്നത്? സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ് ടൈഡൽ വോളിയം. ഏതാണ്? ടൈഡൽ വോളിയം. പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഏതാണ്? പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ ആണ്. ന്യൂക്ലിയോടൈഡ്സ് ആർ composed of dash. Nucleotides are composed of a pentose sugar, a phosphate group and a base group. Nucleotides are composed of a pentose sugar, a phosphate group and a base group. Okay, next question. The antibody present in serum of AB blood group is dash. The antibody present in serum of AB blood group. AB blood groupലുള്ള ആന്റിബോഡി ഏതാണെന്ന്? ഏതായിരിക്കും? അതിൽ ആന്റിബോഡി ആന്റി എയോ ആന്റി ബിയും കാണുന്നില്ല കേട്ടോ. ആന്റി എ, നോ ആന്റി എ ഓർ ആന്റി ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആന്റിബോഡീസ് ആർ യൂഷ്വലി ഡാഷ് ടൈപ്പ്. RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആന്റിബോഡി IgG ആണ്. RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആന്റിബോഡി ഏതാണ്? അത് IgG ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിനിമം ഹീമോഗ്ലോബിൻ ലെവൽ റിക്വയർഡ് ഫോർ എ ഹോൾ ബ്ലഡ് ഡോണർ. മിനിമം ഹീമോഗ്ലോബിൻ ലെവൽ റിക്വയർഡ് ഫോർ എ ഹോൾ ബ്ലഡ് ഡോണർ ഈസ് greater or equal to 12.5 gram per dl. 12 gram per dl, greater than 12.5 gram per dl ആണ്. പ്രസവശേഷം ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രോം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ഏതാണ്? പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രോം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിനാണ് IgA. കൊളസ്ട്രോത്തിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിനാണ് IgA. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ. ഏതൊക്കെയാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിനായി സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്?
മെലാറ്റോണിൻ ആണ്. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാ? തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതുവാണ് അയോഡിൻ ആണ്. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? അയോഡിൻ. ഇനി കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജ്ജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകം ഏതാണ്? അത് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജ്ജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകം ഏതാണ്? അത് മൈറ്റോകോൺട്രിയയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്രോഫാജുകളുടെ പ്രാഥമിക ധർമ്മത്തിൽപ്പെട്ടത് ഏതാണ്? മാക്രോഫാജുകളുടെ പ്രാഥമിക ധർമ്മത്തിൽപ്പെട്ടതാണ് സൈറ്റോകൈനുകളെ ഉൽപ്പാദിപ്പിച്ച് വീങ്ങൽ പ്രക്രിയക്ക് സഹായിക്കുന്നു. സൈറ്റോകൈനുകളെ ഉൽപ്പാദിപ്പിച്ച് വീങ്ങൽ പ്രക്രിയക്ക് സഹായിക്കുന്നത് മാക്രോഫാജസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണെന്ന്. സെറിബ്രത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻസ് പറയാം. നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു സെറിബ്രം. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. സെറിബ്രം കറക്റ്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഇനി ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മെഡുല ഒബ്ലോങ്കേറ്റ ആണ് ഹൃദയമിടിപ്പൊക്കെ നിയന്ത്രിക്കുന്നത്. നെക്സ്റ്റ് ആണ് ചിന്തന, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷാ തീരുമാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന സെറിബ്രമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ ശരിയായിട്ടുള്ളത്? സെറിബ്രവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷാ തീരുമാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DNA ഇല്ലാത്തതും എന്നാൽ RNA കാണപ്പെടുന്നതുമായ നൈട്രജൻ ബേസ് ഏതാണ്? DNA ഇല്ലാത്തതും എന്നാൽ RNA കാണപ്പെടുന്നതുമായ നൈട്രജൻ ബേസ് ഏതാണ്? അത് ഓപ്ഷൻസ് പറയാം. അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇതിലേതാണ്? DNA ഇല്ലാത്തതും എന്നാൽ RNA കാണുന്നതുമായ നൈട്രജൻ ബേസ് ഏതാണ്? അത് യുറാസിലാണ്. യുറാസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? ഓപ്ഷൻ പറയാം. സുപ്പീരിയർ വീനക്കവ, പൾമണറി സിര, ഇൻഫീരിയർ വീനക്കവ, അംബിലിക്കൽ സിര. ഇതിലേതാണ് ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? ഇൻഫീരിയർ വീനക്കവയാണ് ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? ഇൻഫീരിയർ വീനക്കവ. ഇനി മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികളാണ് മെനിഞ്ചസ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികളാണ് മെനിഞ്ചസ്. സുഷുമ്ന നാഡിയിൽ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികളാണ് മെനിഞ്ചസ്. സുഷുമ്ന നാഡിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികളാണ് മെനിഞ്ചസ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മസ്തിഷ്കത്തിലും സുഷുമ്ന നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികളാണ് മെനിഞ്ചസ്. സുഷുമ്ന നാഡിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികളാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിലും സുഷുമ്ന നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നു. Next question. Fluid present inside the membranous labyrinth. Fluid present inside the membranous labyrinth is endolymph. ഏതാണ്? Endolymph ആണ് fluid present inside membranous labyrinth. Okay, next question. The structure that separates external ear from middle ear. The structure that separates external ear from middle ear. അതാണ് tympanic membrane. Tympanic membrane ആണ് external earനെ middle earനെ separate ചെയ്യുന്ന structure ഏതാണ്? tympanic membrane. Tympanic membrane ആണ്. What is the primary function of the pinna in the auditory system? Pinna, ear pinna auditory system primary function എന്താണ്? കറക്റ്റ് ആൻസർ പറയാം. Filters and direct sound waves into the ear canal. Filters and direct sound waves into the ear canal. Okay, next question. Structure that connects middle ear with the nasopharynx. Structure that connects middle ear with the nasopharynx. ഏതാ ആൻസർ വരുന്നത്? യൂസ്റ്റേക്കിയൻ നാളി. യൂസ്റ്റേക്കിയൻ ട്യൂബാണ്. മിഡിൽ ഇയറിനെയും നാസോഫാരിങ്സിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? അത് യൂസ്റ്റേക്കിയൻ ട്യൂബാണ്. The large dome-shaped muscle that separates the thoracic cavity from the abdominal cavity is dash. The large dome-shaped muscle that separates the thoracic cavity from the abdominal cavity is diaphragm. Diaphragm ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. Which of the following enzyme is essential for the polymerase chain reaction, that is PCR, to amplify DNA? Which of the following enzyme is essential for the PCR? PCR യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ടാക്ക് പോളിമറൈസ് ആണ് എസെൻഷ്യൽ ഫോർ പോളിമറേസ് ചെയിൻ റിയാക്ഷന് ഉള്ളത്. ഏത് എൻസൈമാണ്? ടാക്ക് പോളിമറൈസ് തന്നെ. പോളിമറൈസ്. ഹൃദയത്തിന്റെ ഏത് അറയിൽ നിന്നാണ് മഹാധമനി അഥവാ അയോട്ട ഉത്ഭവിക്കുന്നത്? ഹൃദയത്തിന്റെ ഏത് അറയിൽ നിന്നാണ് മഹാധമനി ഉത്ഭവിക്കുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ ഇടത് വെൻട്രിക്കിൾ ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓർ
ഇടത് വെൻട്രിക്കിൽ നിന്നാണ് മഹാധമനി അല്ലെങ്കിൽ അയോർട്ട ഉത്ഭവിക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ കേട്ടോ, ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നാണ്. മസ്തിഷ്കത്തിന്റെ ആവരണകലയുടെ പേരെന്താ? മസ്തിഷ്കത്തിന്റെ ആവരണകലയുടെ പേരാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിന്റെ ആവരണകലയുടെ പേരെന്താണ്? മെനിഞ്ചസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൃക്കയുടെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റിന്റെ പേരെന്താ? വൃക്കയുടെ ഘടനാപരവും പ്രവർത്തനപരവുമായിട്ടുള്ള യൂണിറ്റിന്റെ പേരാണ് നെഫ്രോൺ. നെഫ്രോൺ ആണ് വൃക്കയുടെ ഘടനാപരവും പ്രവർത്തനപരവുമായിട്ടുള്ള യൂണിറ്റ്, നെഫ്രോൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ. ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ ആണ് പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. തലച്ചോറിൽ ഡോപ്പമീൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏതാണ്? തലച്ചോറിൽ ഡോപ്പമീൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗമാണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കോഗോൺ. അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കോഗോൺ ആണ്. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താ? സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അക്രോമെഗാലി. എന്താണ്? അക്രോമെഗാലി. പൾമണറി ധമനി വഴി ഹൃദയത്തിൽ നിന്ന് പോകുന്ന രക്തത്തില് ഓക്സിജന്റെ അളവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും എങ്ങനെയായിരിക്കും? പൾമണറി ധമനി വഴി ഹൃദയത്തിൽ നിന്നും പോകുന്ന രക്തത്തിൽ ഓക്സിജൻ കുറവും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുമായിരിക്കും. പൾമണറി ധമനി വഴി ഹൃദയത്തിൽ നിന്നും പോകുന്ന രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുമായിരിക്കും. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? കഫീൻ. ഓക്കെ, താങ്ക് യു.